ഗൈസ്, ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ്. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും കുറഞ്ഞ ചിലവിൽ നമുക്കൊരു കിടിലം ഹെയർ പാക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. വെറും ഒരു 15 രൂപ മാത്രം മതി കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട്. അതിന് നമുക്ക് വേണ്ടുന്നത് ഏത്തപ്പഴമാണ്. ഞാൻ 2 ഏത്തപ്പഴം എടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് ലോങ് ഹെയർ ആയതുകൊണ്ടാണ് ഞാൻ ഏത്തപ്പഴം എടുക്കുന്നത്. നിങ്ങൾ നല്ല പഴുത്ത, അതായത് നമുക്ക് കഴിക്കാൻ പറ്റും, നമ്മൾ കളയാതെ വെച്ചേക്കൂലേ, ആ ഒരു ഏത്തപ്പഴം എടുത്താൽ മതി. എന്റെ കയ്യിലാണെങ്കിൽ നല്ല പഴുത്ത ഏത്തപ്പഴം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ പഴുത്ത ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അതെടുക്കുക, അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പൊ ഈ ഒരു ഏത്തപ്പഴം ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് എടുക്കാം. ഞാൻ 15 രൂപയുടെ കണക്ക് പറഞ്ഞെന്താന്ന് വെച്ചാല് 10 രൂപ ഒരു ഏത്തപ്പഴത്തിന് 10 രൂപ, പിന്നെ ഒരു മുട്ടയ്ക്ക് 5 രൂപ, അങ്ങനെയാണ് ഞാൻ 15 രൂപ എന്ന് പറഞ്ഞത്. ഈ ഒരു ഹെയർ പാക്ക് ആണെങ്കിൽ സത്യത്തിൽ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ പാക്ക് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും ട്രൈ ചെയ്യാവുന്ന ഹെയർ പാക്ക് ആണ്. നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഞാനിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അടിപൊളി ഹെയർ പാക്ക് ആണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഏത്തപ്പഴം നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ വേണ്ടുന്നത് മുട്ടയാണ്. ഞാനാണെങ്കിൽ ബ്രോയിലർ കോഴിയുടെ 2 മുട്ടയാണ് എടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ ഏത് മുട്ടയാണെങ്കിലും, താറാമുട്ടയായാലും കോഴിമുട്ടയായാലും ഏത് മുട്ടയായാലും എടുക്കാം. ഞാൻ മുട്ടയുടെ വെള്ള മാത്രമാണ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ സ്മെല്ല് അങ്ങോട്ട് പിടിക്കത്തില്ല മഞ്ഞയുടെ. അതുകൊണ്ട് ഞാൻ മുട്ടയുടെ വെള്ള മാത്രമാണ് ഗൈസ് എടുക്കുന്നത്. മുട്ടയുടെ മഞ്ഞ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞ എടുക്കാവുന്നതാണ്. ഞാനാണെങ്കിൽ മുട്ടയുടെ വെള്ള മാത്രം തലയിൽ തേച്ചിട്ട് മഞ്ഞ ഞാൻ മുട്ട വറുത്ത് കഴിക്കും ഗൈസ്. ഞാൻ ഇത് എന്റെ സ്വന്തം ഹെയർ പാക്ക് അല്ല, ഞാനും ഇതുപോലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഞാൻ പഠിച്ചെടുത്തൊരു ഹെയർ പാക്ക് ആണ്. യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോഴും ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് അടിപൊളി റിസൾട്ട് കിട്ടി. അന്ന് തൊട്ട് ഞാൻ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അടിപൊളി ഹെയർ പാക്ക് ആണ്. കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. വീട്ടിലെ അമ്മയ്ക്കായാലും എന്റെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ല രീതിക്ക് അരച്ചെടുക്കുക. അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക കേട്ടോ. ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മുട്ടയുടെ ആ ഒരു വെള്ളമൊക്കെ ഇതാക്കിയിട്ട് തന്നെ അരച്ചെടുക്കുക. ഇങ്ങനെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് കളയുക കേട്ടോ. നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് അരഞ്ഞു കിട്ടും. എൻ്റെ ചെറിയതായിട്ടൊന്ന് പഴുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ കുരുകുരായിരിക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ തലയിൽ നല്ല രീതിക്ക് എണ്ണ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നല്ല രീതിക്ക് എണ്ണ, അതായത് നമ്മൾ കുളിക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നേ നമ്മുടെ സ്കാൽപ്പിലും നമ്മുടെ മുടിയിലും നന്നായിട്ട് എണ്ണ, നമ്മൾ ഏത് എണ്ണയാണോ നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് ആ ഒരു എണ്ണ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. എന്നിട്ട് ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആക്കാനും നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ അടിപൊളിയാണ്. ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ന്യൂട്രിയൻസും അതേപോലെ തന്നെ പ്രോട്ടീൻസ് ആണ് ഈ ഒരു ഹെയർ പാക്കിനകത്ത്. നമ്മുടെ മുടിക്ക് നല്ല വളർച്ച കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ തിക്നെസ് വയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ വീഡിയോയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ക്യാമറാമാനോടാണ്. എൻ്റെ ക്യാമറാമാൻ്റെ പേര് നന്ദു എന്നാണ്. പക്ഷെ നന്ദു ആണെങ്കിലും അവളൊരു ഗേൾ ആണ് കേട്ടോ. അങ്ങനെ അവളോടാണ് സംസാരിക്കുന്നത്. ഈ ഒരു ഹെയർ പാക്ക് ഇന്ന് തന്നെ പോയി ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് 100% ഉറപ്പുണ്ട്. അടിപൊളി ഹെയർ പാക്ക് ആണ് കേട്ടോ. നല്ല ഹെയർ ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇടയ്ക്ക് വെച്ചിന്റെ പാത്രം തട്ടിപ്പോയി ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ കുനിഞ്ഞവിടെ നിൽക്കുന്നത്. എന്നിട്ട് ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയാം. നിങ്ങൾക്ക് സൈനസിന്റെയോ കോൾഡിന്റെ ഒക്കെ അസുഖം ഉള്ളവരാണെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. പിന്നെ കുട്ടികൾക്കും ഇത് യൂസ് ചെയ്യാം. ഒരു 13 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം. അടിപൊളി റിസൾട്ട് ആണ്. ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്നിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഗ്ലോ വിത്ത് അമു എന്നാണ്, അതും കൂടി ഒന്ന് പോയി ഫോളോ ചെയ്യുക. അപ്പോൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റ.